നമസ്കാരം. ആലുവ പോലീസ് ക്ലബ്ബിൽ ആളെ തട്ടി നടക്കാൻ വയ്യ. നടിയെ ആക്രമിച്ച കേസിൽ കൊച്ചിയിൽ ഇനി ആരുമില്ല ചോദ്യം ചെയ്യാൻ ബാക്കി എന്ന നിലയിലാണ് കാര്യങ്ങൾ. നിർണായകമായ ചോദ്യം ചെയ്യൽ, നിർണായകമായ അറസ്റ്റ് എന്നീ പ്രയോഗങ്ങൾ തന്നെ കോമഡിയായി മാറിയിരിക്കുന്നു. സുനിയെയും സഹതടവുകാരെയും കൈമാറി കളിക്കൽ മാത്രമാണ് കാര്യമായി നടക്കുന്നത്. 13 മണിക്കൂർ ചോദ്യം ചെയ്യൽ നടത്തിയവരെ പുറത്തെങ്ങും കാണാനുമില്ല. പ്രശസ്തിക്ക് വേണ്ടി നടത്തിയ പരാക്രമം എന്ന് മുൻ DGP പ്രതികരിച്ചതോടെ ചോദ്യം ചെയ്യൽ നാടകം നടത്തിയവർക്ക് നാണക്കേടുമായി. പൾസർ തെളിച്ച വഴിയിൽ നടന്ന കൈ പൊള്ളിയോ പോലീസ് എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. നടിയെ ആക്രമിച്ച കേസിന്റെ ഗൂഢാലോചന കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാതെ പോയോ? 2. പ്രതികൾ പരസ്പര വിരുദ്ധമായി പറയാൻ തുടങ്ങിയതോടെ ആലുവ പോലീസ് ക്ലബിലേക്ക് ഇനി ആളെ വിളിക്കണോ? 3. നാടകീയമായ ചോദ്യം ചെയ്യലിന് ADGPയെ പ്രേരിപ്പിച്ചത് പ്രതിച്ഛായ നേടാനുള്ള തട്ടുപൊളിപ്പൻ താൽപര്യമോ? 4. മതിയായ തെളിവില്ലാതെയാണ് നടനെ വിളിപ്പിച്ചതെന്ന സെൻകുമാറിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നതെന്ത്? 5. ശാസ്ത്രീയ തെളിവുകൾ കണ്ണിച്ചേർക്കുന്നതിൽ നിന്ന് അന്വേഷണ സംഘത്തെ അകറ്റുന്നതെന്ത്? 6. പൾസറിന്റെ പാതയിലൂടെ പോകുന്ന പോലീസ് പൾസറിന്റെ കുഴിയിൽ നിന്ന് പുറത്ത് കടക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ വെള്ളിയാഴ്ചയിലെ പ്രധാന വാർത്തകൾ. പ്രതികൾ പ്രതിക്കൂട്ടിലാക്കുന്നത് പോലീസിനെയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, റിട്ടയർഡ് SP ജോർജ് ജോസഫ്, സംവിധായകൻ ബൈജു കൊട്ടാരക്കര, അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജകുമാർ എന്നിവർ. പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.